കറക്കിയെടു കറക്കിയെടു ഹലോ എന്താ വായോട്ട് പിടി ശ്രീകുട്ട എന്താ ഇതെങ്ങനെയുണ്ട് പിടയ്ക്കണ വീടിന്റെ ചിന്തിക്കണ തല അപ്പോ മൊണ്ണൻ തലയാടാ മണ്ണന്തലേ മൊണ്ണൻ തലാന്ന് വലിയ തലേന്ന് അല്ല ഇത് പണിയാണല്ലോ കഴിക്കാനല്ലേ മോടെ ഇത് റെഡിയാക്കി എടുക്കണ്ടേ അതൊക്കെ അച്ഛയോ എത്ര നേരം വേണം അച്ഛൻ റെഡിയാക്കി എടുക്കാൻ പിന്നെ എത്ര വലിയ ഇത്ര വലിയ സാധനം കൊണ്ടുവന്ന് ടക്ക് ടക്കനെ വെട്ടി എരിഞ്ഞെടുത്തില്ലേ പിന്നെ ശ്രീകുട്ടോ എത്ര രൂപ കൊടുത്തറേ അത് വിട് എങ്ങനാ ഓർമ്മയുണ്ട പണ്ട് ആയിരനാട് ആറ്റിന്റെ കരയല്ലേ അടുപ്പെല്ലാം കൂട്ടി ആറ്റ് വളക്കറി വെച്ചത് എന്തോ പൊന്നേ തലേന്ന് പറഞ്ഞാ ഇത് തന്നെ തല. എന്റെ അളി ഒരു ആഗ്രഹം പറഞ്ഞ ശ്രീകുട്ട അതിന്റെ വിലയൊന്നും നോക്കൂല ഉമ്മനിക്ക് ബീഫ് വേണമെന്ന് പറഞ്ഞപ്പോഴേ തൊട ഉൾപ്പെടെ ഉള്ള ഒരു വലിയ പീസ് അളിയെ വാങ്ങിച്ചിട്ട് വന്ന് ഇതെന്താ തല ഇത് കേരച്ചൂരത്തല ഇതിന് നമ്മളോട് പറഞ്ഞത് വെള്ളച്ചൂര ചെമ്മീൻ ചൂര അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇപ്പൊ കേരച്ചൂര എന്ന് പറയും അച്ഛാ കപ്പയും കൂടെ വേണം കേട്ടോ കപ്പോടും മസ്റ്റാണ് ഒരു കാര്യം ചെയ് നമ്മളിത് വൃത്തിയാക്കാം നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ കൂട്ടൊക്കെ റെഡിയാക്ക അതെ നല്ല പൊടിച്ച മുളക് വേണം ഇത് വയ്ക്കണമെങ്കിൽ. പിന്നെ കുടംപുളിയാ മറ്റേ വാളംപുളി ഇട്ട് വയ്ക്കുന്നത്. കുടംപുളി പിടിക്കാം അതാണ് ബെസ്റ്റ്. അപ്പോഴേ അച്ഛാ ഞാൻ കുഴിപ്പളത്തുനിന്ന് പഠിച്ച ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഈ തല വെച്ചിട്ട് പരീക്ഷിക്കട്ടെ. മക്കളെ മാമന്റെ പൈസ വെറുതെ കളയാണോ? അപ്പൊ തലയും കൊണ്ടോണ്ട് തലയും വിട്ടോ വിട്ടോ അടിക്കണമെങ്കിലേ എന്താ കേട്ടില്ല ആട്ടാര സൗണ്ട് ഒന്നും കേട്ടോടെ എന്താണ് തലക്കറി കഴിക്കണമെങ്കിലേ അണ്ണാവൂ നിങ്ങൾ എത്ര ദിവസം ആശുപത്രി കിടന്നത് ഓർമ്മയുണ്ടല്ലോ. മര്യാദക്ക് തലക്കറിയൊക്കെ വെച്ച് കഴിച്ചുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നു കേട്ടാ. ചിറ്റപ്പൻ പറഞ്ഞ കേട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഐസ് ഇട്ട് തരാൻ വേണ്ടി അപ്പൊക്കോ ഞാനേ കുറച്ച് ഐസ് ഇട്ട് തരാൻ വേണ്ടി പറഞ്ഞാണ്. ഫ്രഷ് മീനല്ലേ എന്തിന് ഐസ് എന്ന് തലക്കറി ശരിക്ക് തിന്നും തലക്കറി ശരിക്ക് തിന്നും അറിയാ നോക്കുവോ